കർത്താവിന്റെ അതിപരിശുദ്ധ നാമം ഇന്ന് പ്രഭാതത്തിലും വീണ്ടും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിന്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. രാവിലെ അവിടുത്തെ ദൈവം, രാത്രി തോറും അവിടുത്തെ വിശ്വസ്തയെ മറന്നിപ്പാൻ ദൈവം നമ്മെല്ലാം ഇടയാക്കട്ടെ. പകൽ നേരത്ത് അവിടുത്തെ ദയ കൽപ്പിക്കുന്ന ദൈവം രാത്രിയിൽ നന്ദിയുടെ പാട്ടുപാടത്തക്ക രീതിയിൽ വലിയ വിടുതലുകൾ ദൈവം നമുക്ക് വേണ്ടി ചെയ്യും. യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും, സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനാണ്. തന്റെ ഭക്തന്മാരുടെ ആഗ്രഹം സാധിപ്പിച്ച് അവർ നിലവിളി കേട്ട് അവരെ രക്ഷിക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. യേശുവേ ദാവീദുപുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് ഭർത്തിമായി ഉറക്കെ നിലവിളിച്ചു. ഒത്തിരി ആളുകൾ യേശുവിന്റെ കൂടെ ഉണ്ട്, ഒത്തിരി ശബ്ദങ്ങളുണ്ട്. അതിന്റെ നടുവിലും നിലവിളിക്കുന്നവന് വേണ്ടി നിന്നിട്ട് അവനെ വിളിപ്പീനെന്ന് കൽപ്പിക്കുന്ന ഒരു കർത്താവ് നമ്മുടെ കർത്താവ്. സഹോദരങ്ങളെ, വിഷയം എന്താണെങ്കിലും അതിന്റെ നടുവിൽ വിളിക്കുന്നവന് വേണ്ടി എഴുന്നേറ്റ് വരും. ഞാൻ നിന്റെ ദൈവമായ യഹോവയാണ് എന്നറിയിച്ചവൻ. അതുവരെ യാതൊരു വിടുതലുമില്ലാത്ത ഭർത്തിമാരുടെ ജീവിതത്തിൽ അവന്റെ കണ്ണ് തുറന്ന് അവൻ യേശുവിനോടൊപ്പം യാത്രയായി. നാളുകൾ ഒരിടത്തിരുത്തപ്പെട്ടവനെ എഴുന്നേൽപ്പിക്കുന്ന കർത്താവ്. സഹോദരങ്ങളെ, ഒരിക്കലും പൊങ്ങി വരത്തില്ല എന്ന് ചിന്തിച്ച് നിന്നെ ഒതുക്കുവാനും ഇരുത്തുവാനും ആരൊക്കെ നോക്കിയാലും ദാവീദുപുത്രൻ പുസ്തകം തുറക്കുന്നവനും മുദ്ര പൊട്ടിക്കുന്നവനും എഴുന്നേൽപ്പിക്കുന്നവനും ശക്തി നൽകുന്നവനുമാണ്. ആരും നിന്റെ കരച്ചിൽ കേട്ടില്ലെങ്കിലും കേൾക്കുന്നവൻ നിനക്ക് വേണ്ടി നിൽക്കും. മിസ്രയീമിലായിരുന്ന എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു. അവർ നിലവിളി ഞാൻ കേട്ടു, സങ്കടം അറിഞ്ഞു എന്ന് പറഞ്ഞു. കർത്താവ് ഇറങ്ങി വന്നില്ലേ പുറപ്പെടുവിക്കാൻ. ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഇടത്ത് എല്ലാ പ്രതീക്ഷകളും അസ്തമിക്കുമ്പോൾ എനിക്ക് കഴിയുമെന്ന് പറയുന്ന ഒരു ദൈവശബ്ദം ഇന്നും നമുക്ക് വേണ്ടി മുഴങ്ങുകയാണ്. സഹോദരങ്ങളെ, ഇതാണ് ദൈവപ്രവൃത്തി. അതിനെ തടയാൻ ലോകത്തിലൊരു ശക്തിക്കും സാധ്യമല്ലെന്ന് തിരിച്ചറിയാൻ ഇടയാവണം. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് ഇന്നും നമുക്ക് പ്രഖ്യാപിക്കാം. ഹോയിൽ പ്രത്യാശയുള്ള ഏവരുമേ ധൈര്യപ്പെട്ടിരിപ്പീൻ. നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. ചഞ്ചലിച്ചു പോകരുത്, പതറിപ്പോകരുത്. ഉറച്ചു നിന്നാൽ ദൈവത്തിന്റെ പ്രവൃത്തി നമുക്ക് കാണാൻ കഴിയും. 149 സങ്കീർത്തനം 2 വാക്യം. ഇസ്രായേൽ തന്നെ ഉണ്ടാക്കിയവനിൽ സന്തോഷിക്കട്ടെ. സിയോന്റെ മക്കൾ തങ്ങളുടെ രാജാവിൽ ആനന്ദിക്കട്ടെ. 1 സന്തോഷിക്കട്ടെ, 2 ആനന്ദിക്കട്ടെ. സ്തുതിഗീതങ്ങളാണ്. ഓരോ വാക്യങ്ങളും വളരെ ശക്തമാണ്. യഹോവയ്ക്ക് ഒരു പുതിയ പാട്ട് പാടണം. ഭക്തന്മാരുടെ സഭയിൽ അവിടുത്തെ സ്തുതിയെ പ്രസ്താവിക്കണം. നമ്മൾ കൂടി വരുമ്പോൾ ദൈവത്തിന് മഹത്വം കരയറ്റണം, ദൈവത്തെ ആരാധിക്കണം, ദൈവത്തിന് സ്തോത്രം ചെയ്യണം, നടത്തിയ വിധങ്ങൾ ഓർക്കണം. അവിടുത്തെ ആരാധിക്കണം. അവിടുന്ന് ആരാധനയ്ക്കും ബഹുമാനത്തിനും പുകഴ്ചയ്ക്കും യോഗ്യനാണ്. യോഗ്യനായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ ആരാധിക്കാൻ നമുക്കിടയാവണം. സഹോദരങ്ങളെ, ഇവിടെ പറയുന്ന ഭാഗം ഒന്ന് ശ്രദ്ധിക്കൂ. ഇസ്രായേൽ തന്നെ ഉണ്ടാക്കിയവനിൽ സന്തോഷിക്കട്ടെ. നമ്മളെ ഉണ്ടാക്കിയത് ദൈവമാണ്. നമ്മുടെ തലമുറകളെ ഉണ്ടാക്കിയത് ദൈവമാണ്. ആ നിർമ്മിച്ച ദൈവത്തിൽ, ഉണ്ടാക്കിയ ദൈവത്തിൽ നമ്മൾ സന്തോഷിക്കണം. സൃഷ്ടിതാവായ ദൈവത്തിൽ സന്തോഷിക്കണം. അതുകൊണ്ടാണ് അബ്രഹാം പറഞ്ഞത്, മരിച്ചവരെ ജീവിപ്പിക്കുന്ന ഒരു ദൈവം, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ ഉളവാക്കുന്ന ഒരു ദൈവം. ആ ദൈവത്തിൽ ഞാൻ പ്രത്യാശ വെച്ചിരിക്കുന്നു. വാഗ്ദത്തം ചെയ്തവൻ
പൂർണ്ണമായി നൽകുവാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചിരിക്കുന്ന ആ ഉറപ്പ് കണ്ടോ സഹോദരങ്ങളെ? ഇന്ന് പ്രഭാതത്തിൽ സൃഷ്ടിതാവായ ദൈവത്തിൽ, നമ്മെ ഉണ്ടാക്കിയ ദൈവത്തിൽ സന്തോഷിക്കണം. ദൈവം നമ്മളെ ഉണ്ടാക്കിയെങ്കിൽ തുടർന്നുള്ള നമ്മുടെ എല്ലാ വിഷയങ്ങളും ദൈവം ഭംഗിയായി ചെയ്യില്ലേ സഹോദരങ്ങളെ? നാളെ ഓർത്ത് നീറണമോ, നിരാശപ്പെടണമോ, നനയ്ക്കണമോ, എങ്ങനെയായിത്തീരുമെന്ന് നിങ്ങൾ ഭാരപ്പെടരുത്. നമ്മളെ ഉണ്ടാക്കിയ ദൈവത്തിന് നമ്മുടെ കംപ്ലീറ്റ് കാര്യങ്ങളുടെ ഉത്തരവാദിത്വം ഉണ്ട്. ഇന്ന് ഫേസ് ചെയ്യുന്നതും ഇന്നലെ ഫേസ് ചെയ്തതും ഒക്കെ ദൈവം അറിയുന്നു. ഉണ്ടാക്കിയ ദൈവത്തിൽ സന്തോഷിക്കണം. ആരാ ഉണ്ടാക്കിയത്? തലമുറ തലമുറയായി സങ്കേതമായവൻ, ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചവൻ, സർവശക്തൻ, സർവജ്ഞാനി, സർവവ്യാപി, സകലത്തെയും കാൽ കീഴാക്കിയവൻ, സകലത്തിന്മേലും അധികാരമുള്ളവൻ. അവിടുന്ന് നമ്മെ ഉണ്ടാക്കിയെങ്കിൽ ആ ദൈവത്തിൽ നമ്മൾ സന്തോഷിക്കണം. സന്തോഷിച്ച് ഉല്ലസിച്ച് ദൈവത്തിന് മഹത്വം കൂടെ, സൃഷ്ടിതാവായ ദൈവത്തിൽ സന്തോഷിക്കണം. അടുത്ത നോക്കൂ, അത് സിയോന്റെ മക്കൾ തങ്ങളുടെ രാജാവിൽ ആനന്ദിക്കട്ടെ. അപ്പൊ രാജാവിന്റെ മക്കളാ നമ്മള്. രാജാവിന്റെ മക്കൾ നിരാശപ്പെടണോ? അയ്യോ, നാളെ എന്തായിത്തീരും, എങ്ങനെ ആയിത്തീരും, എങ്ങനെ നിൽക്കും? നമ്മുടെ അപ്പൻ രാജാവാണ്. നമ്മൾ രാജാവിന്റെ മക്കളല്ലേ? തങ്ങളുടെ രാജാവിൽ സന്തോഷിക്കണ്ടേ? നമ്മളിപ്പോഴും ഭിക്ഷക്കാരെ പോലെ അയ്യോ ഒന്നുമില്ല, എല്ലാം പോയി, എല്ലാം തീർന്നു, എല്ലാം അസ്തമിച്ചു. രാജാവിന്റെ മക്കൾ ചെല്ലുമ്പോ അടഞ്ഞത് തുറക്കും, എഴുന്നേൽക്കാത്തത് എഴുന്നേൽക്കും, നിശ്ചലമാകേണ്ട നിശ്ചലമാകും. സ്തോത്രം. ഈ ഒരു അധികാരം നമ്മുടെ അകത്ത് കർത്താവ് നൽകിയില്ലേ? പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം. കണ്ടോ, രാജാവിന്റെ മക്കൾ ദൈവത്തിൽ ആനന്ദിക്കണമെന്നോ, ഉല്ലസിക്കണം. എന്റെ അപ്പൻ രാജാവാണ് അല്ലേ? അവിടുത്തെ മക്കളാണ് ഞങ്ങളെങ്കിൽ ഞങ്ങൾ നിരാശയുടെ വാക്കുകൾ, വിഷാദിച്ചിരിക്കുക, തളർന്നു കിടക്കുക, പരസ്പരം കുറ്റപ്പെടുത്തി ഇത് ചെയ്യാതെ ഇന്ന് പകൽ വിളിച്ചു പറ, സ്വർഗത്തിലെ രാജാവാണ് ഞങ്ങളുടെ പിതാവ്. ഓ, സൃഷ്ടിതാവാണ് ഞങ്ങളുടെ പിതാവ്, വിളിച്ചു വരുത്തുന്നവനാണ് ഞങ്ങളുടെ രാജാവ് എന്ന് ഉറപ്പുള്ളവർ ധൈര്യത്തോടെ പറ. ആ രാജാവിൽ ഞങ്ങൾ ആനന്ദിക്കുന്നു, ആ രാജാവിൽ ഞങ്ങൾ ഉല്ലസിക്കുന്നു. നമ്മളെ ഉണ്ടാക്കി. അങ്ങനെയെങ്കിൽ ഇന്നും നിങ്ങളുടെ വിഷയത്തിന് വേണ്ടി ചിലത് ഉണ്ടാക്കാൻ അതവിടെ കാണത്തില്ലായിരിക്കാം. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സങ്കല്പിക്കാൻ പോലും പറ്റത്തില്ല. പക്ഷെ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് പ്രഭാതത്തിൽ ചിലത് നിർമ്മിക്കാൻ, സൃഷ്ടിച്ചു തരാൻ കഴിവുള്ള ദൈവത്തിൽ സന്തോഷിക്കണം. നിങ്ങൾക്ക് വേണ്ടി മാത്രം ചിലതുണ്ടാക്കും. യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവൻ പരാജയപ്പെടത്തില്ല. നമ്മുടെ രാജാവാരാന്ന് മനസ്സിലാക്കണം. ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം ഇന്ന് പകൽ നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി, നിങ്ങളുടെ കമ്പനിക്ക് വേണ്ടി, നിങ്ങളുടെ ശരീരത്തിന് വേണ്ടി വ്യാപരിക്കുമ്പോൾ ആ വചനത്താൽ ചിലത് ഇപ്പോൾ തന്നെ ഉളവാകുന്നു. വചനത്താൽ ഉളവാകുന്നു, സൃഷ്ടിക്കപ്പെടുന്നു. യേശുവിന്റെ നാമത്തിൽ നമ്മുടെ രാജാതി രാജാവും കർത്താതി കർത്താവുമായവന് നന്ദി പറയാൻ തയ്യാറാകൂ. ആ ദൈവത്തിൽ സന്തോഷിക്കാൻ, ആനന്ദിക്കാൻ എത്ര പേർ തയ്യാറുണ്ട്? അവിടുത്തെ മക്കളായ നമ്മൾ ഇനി നിരാശയുടെ വാക്ക് പറയരുത്. നമ്മുടെ അപ്പൻ രാജാതി രാജാവല്ലേ? അങ്ങനെയെങ്കിൽ തന്റെ മക്കൾ സന്തോഷിക്കണ്ടേ? ദൈവത്തിന് സ്തോത്രം ചെയ്യണ്ടേ? ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷമല്ലേ നമ്മുടെ കുടാരങ്ങൾ മുഴങ്കണ്ട് വിളിച്ചു പറ, ഓവിടെ വലങ്കൈ വീര്യം പ്രവർത്തിക്കുന്നു, ഓവിടെ വലങ്കൈ ഉയർന്നിരിക്കുന്നു, ഞാനിനി തളരത്തില്ല. രാജാതി രാജാവാണ് ഞങ്ങളുടെ പിതാവ്. അപ്പൊ അവിടുത്തെ സന്നിധിയിലേക്ക് ഓടിച്ചെല്ലാൻ നമുക്ക് പറ്റില്ലേ? അബ്ബാ പിതാവേ എന്ന് വിളിച്ച് ധൈര്യത്തോടെ അടുത്ത് ചെല്ലാൻ നമുക്ക് കഴിയും. നമ്മളെ ഉണ്ടാക്കിയ കർത്താവിൽ നമുക്ക് സന്തോഷിക്കാം, നമുക്ക് ഉല്ലസിക്കാം. സഹോദരങ്ങളെ, നിരാശയുടെ വാക്കുകൾ ഇനി പറയരുത്. നമ്മളെ ഉണ്ടാക്കിയ ദൈവം നമ്മളെ മൊത്തം അറിയുന്നു. നിങ്ങളുടെ ഹസ്ബൻഡിനെ അറിയുന്നു, നിന്റെ വൈഫിനെ അറിയുന്നു, നിന്റെ തലമുറകളെ അറിയുന്നു, അഭിഷക്തന്മാരെ നിങ്ങളെ അറിയുന്നു, ചർച്ചുകളെ അറിയുന്നു. അങ്ങനെയെങ്കിൽ ഇനി ഒന്നും ഭയപ്പെടാനില്ല.
ധൈര്യത്തോടെ മുമ്പോട്ട് പോവുകയും ദൈവത്തിൽ സന്തോഷിക്കണം, ദൈവത്തിൽ പുകഴണം, ദൈവത്തിന് സ്തോത്രം ചെയ്യണം, ദൈവത്തിന് മഹത്വം കരയറ്റാൻ തയ്യാറായിക്കോ. വൻ കാര്യങ്ങൾ ഇപ്പോൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോവുക. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ചിലത് ഉളവായി വരാൻ പോകുന്നു. രാജാവിന്റെ മക്കൾ നടക്കുന്നിടത്ത് ചിലത് ചലിക്കാൻ പോകുക, ചിലത് വഴിമാറാൻ പോകുക, ചിലത് തുറന്നു വരാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ ചിലത് സൗഖ്യമാകുന്നു. നിങ്ങൾ പ്രസ്താവിക്കുക, നിങ്ങൾ രാജാവിന്റെ മക്കൾക്ക് അധികാരമുണ്ട്. രാജാവിന്റെ കൽപ്പന ഇന്ന് പകൽ പുറപ്പെടുമ്പോൾ അത് നിങ്ങൾ വിളിച്ചു പറ. ഞങ്ങൾ രാജാവിന്റെ മക്കൾ അതിനെ തടയാൻ ആർക്കും സാധ്യമല്ല. ചില അത്ഭുതങ്ങൾ ഇന്ന് പോലെ സംഭവിക്കുന്നു. ചില അന്ധകാര വെല്ലുവിളികൾ തകർന്നു മാറി. യേശുവിന്റെ നാമത്തിൽ പിതാവേ, ജനം വിടുവിക്കപ്പെടുന്നതിന് സ്തോത്രം. ദൈവപ്രവർത്തിക്ക് സ്തോത്രം. ഞങ്ങളുടെ ആത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നതിന് സ്തോത്രം. സൃഷ്ടാവിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു, ഞങ്ങൾ അങ്ങയിൽ ഉല്ലസിക്കുന്നു, ഞങ്ങൾ അങ്ങേക്ക് മഹത്വം കരയറ്റുന്നു. അങ്ങയെപ്പോലെ വലിയ ദൈവമാരുള്ളൂ. ഞങ്ങളുടെ വഴിയുടെ കുറവ് തീർക്കുന്ന ദൈവം, ശക്തി കൊണ്ട് അരമുറുക്കുന്ന ദൈവം, ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം, ഞങ്ങളോട് കർത്താവെ കരുണ കാണിക്കുന്ന ദൈവം, ഞങ്ങളുടെ രാജാവായിരിക്കുന്ന ദൈവം, ഞങ്ങളുടെ മുഴുവൻ നിയന്ത്രണവും ഏറ്റെടുത്തിരിക്കുന്ന ദൈവം, ഞങ്ങളോട് കൂടെയുള്ളതിൽ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ അങ്ങയിൽ ആനന്ദിക്കുന്ന യഹോവയെങ്കിലെ സന്തോഷം ഞങ്ങളുടെ ബലമായിരിക്കാൻ സ്തോത്രം. ഈ പ്രഭാതത്തിലൂടെ ഞങ്ങളെ ശ്രേഷ്ഠമായി നടത്തും. സകലമഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ക്രിസ്തു വാത്സല്യ സഹോദരങ്ങളെ, ധൈര്യത്തോടെ നിയോഗത്തോടെ മുമ്പോട്ട് പോകൂ. നമ്മുടെ ദൈവം വലിയ ദൈവം. ഈ വചനങ്ങളോട് സഹായിക്കട്ടെ. ക്രിസ്തു നിങ്ങളുടെ സഹോദരൻ.